കുറേ കാലത്തിന് ശേഷം ഒരു പടം കണ്ടിട്ട് ഇതെങ്ങനെ ഇങ്ങൊന്ന് തീർന്നാൽ മതി എന്ന് തോന്നിപ്പോയ ഒരനുഭവമാണ് എനിക്ക് വിലായത്ത് ബുദ്ധ കണ്ടതിന് ശേഷം ഉണ്ടായത്. നീ ആലോചിക്കണം 3 മണിക്കൂർ. സത്യം പറയാം, ഒരു 2 മണിക്കൂറിൽ കൂടുതൽ പറയാം. 2 മണിക്കൂർ പോട്ട് ഒരു 1.5-1.25 മണിക്കൂർ പറയാനുള്ള കാര്യം മാത്രമേ ഈ പടത്തിലില്ലൂ. ഈ പടത്തിൽ ഒന്നുമില്ല എന്നല്ല ഞാൻ പറയുന്നു. ഈ പടത്തിൽ എന്തൊക്കെയോ പറയാനുണ്ട്. പക്ഷേ അത് ഭയങ്കര ക്രിസ്പായിട്ട് പറഞ്ഞു നിർത്തി കഴിഞ്ഞാൽ പരിപാടി ആടെ തീർന്നു. ഇത് വലിച്ച് നീട്ടി ആവശ്യമില്ലാത്ത കുറേ കോൺഫ്ലിക്ട്സ് എല്ലാം കുത്തി കയറ്റി പടം 3 മണിക്കൂർ. എൻ്റെ മോനെ, ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എനിക്ക് എണീച്ച് പോയാലോ എന്ന് തോന്നി. ഇതിൻ്റെ സംഭവം മനസ്സിലാണ്. ഞാൻ ഉദാഹരണം പറയാം. എൻ്റെ തൊട്ടടുത്തിരുന്ന് പടം കാണുന്ന ഏതോ ഒരാൾ, ഇയാൾ പടം കണ്ട് കഴിഞ്ഞ്, അതായത് പടം കണ്ട് തീർന്നിട്ടില്ല. ഈ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി, ക്രെഡിറ്റ്സ് ഒന്നും പറയാൻ പറ്റില്ല, ഈ ഡയറക്ടറെ പേരിൽ എഴുതി കാണിച്ച് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു പരിപാടിയും കൂടി ഇവർ കാണിക്കുന്നുണ്ട്. അതിന് മുപ്പിട്ട് ഇയാൾ പടം കഴിഞ്ഞ് വെച്ചിട്ട് ഇയാൾ ആദ്യം പറഞ്ഞത് എൻ്റെ അമ്മയെന്നാണ്. അത് നിങ്ങൾ ആലോചിക്കണം, ഒരു പടം കഴിഞ്ഞിട്ടില്ല, അപ്പോഴത്തേക്ക് തന്നെ അയാൾ പറഞ്ഞു എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്ന് പോയല്ലോ, സന്തോഷം. അതാണ് ഈ പടത്തിൻ്റെ അവസ്ഥ. വിളിച്ച് നീട്ടിൽ പറഞ്ഞാൽ അമ്മാതിരി വിളിച്ചു നീട്ടിൽ. പടത്തിൻ്റെ സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം അറിയാം. കുറച്ച് അയ്യപ്പൻ കോശി, കുറച്ച് പുഷ്പ, ഇങ്ങനെയുള്ളൊരു മസാല മിക്സ് നമ്മൾ ഒരുപാട് കണ്ട് ശീലിച്ച ഒരു പടം. സത്യം പറഞ്ഞാൽ ഈ പടം കാണാൻ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിട്ട. സച്ചി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡയറക്ടർ എടുക്കാൻ പോയൊരു പടാന്നതിൽ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാനിതിന് പോയത്. അല്ലാണ്ട് പൃഥ്വിരാജോ അല്ലെങ്കിൽ ഇന്ദുഗോപനോ അങ്ങനെയൊന്നും അല്ല. ഈ സച്ചിൻ്റെ പടത്തിന് ഒരു പ്രത്യേക വൈബുണ്ട്. ഞാൻ അത് പ്രതീക്ഷിച്ചാണ് പോയത്. അത് എൻ്റെ തെറ്റ് തന്നെയാണ്. സച്ചിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുണ്ടായ ആളാണ് ഇപ്പം ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചെന്തെങ്കിലും ആടെങ്കിലും വരുമല്ലോ എന്ന് വെച്ച് പോയതാണ്. എൻ്റെ തെറ്റ്, സമ്മതിച്ചു. പക്ഷെ എന്നാലും ഇവർക്ക് എടുത്തു നോക്കുമ്പം കുറച്ചിതൊന്നും ചുരുക്കിക്കൂടെ. പിന്നെ VFXൻ്റെ കാര്യം ഞാനിത് എടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ നോട്ട് ചെയ്ത് വെച്ചൊരു പരിപാടിയാണ്. അതായത് പടത്തിൻ്റെ ഒരു പകുതിയാവുന്ന ആ ഒരു ടൈമിൽ ഒരു മല കയറുന്നൊരു പരിപാടിയുണ്ട്. ഈ മലമൂട്ടിലേക്ക് പോകാൻ തുടങ്ങുന്ന തൊട്ടിട്ട് ആടെ എത്തുന്നത് വരെ ഇവർ ഈ പണി വെച്ച കുറേ VFX വരാതുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ വല്ല ചെറിയൊരു സെറ്റപ്പ് ഒന്നും ചെയ്താൽ പോരെ. ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്ന വല്ല മലമുകളിലേക്ക് കൊണ്ടുപോയി ഷൂട്ട് ചെയ്താൽ പോരെ. ഇതത് പറ്റൂല. ഇതവർക്ക് VFXൽ തന്നെ പണണം. അത് ഈ പടത്തിൽ ഇവർ കാണിച്ചു വെച്ച പരിപാടിൻ്റെ ഒരു ചെറിയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഈ മലേൻ്റെ ഏറ്റവും ടോപ്പിൽ, അത് ഭയങ്കര ഹൈറ്റാണല്ലോ, അപ്പോൾ നല്ല കാറ്റാണ്. കാറ്റ് വീശിയിട്ട് ഈ മലേൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്ന വെള്ളം ഈ കാറ്റ് കാരണം തിരിച്ച് മുകളിലേക്ക് തന്നെ പറന്നു പോകുന്നു. മനസ്സിലായില്ലേ? അതായത് അത്രയ്ക്ക് കാറ്റ്, ഈ വെള്ളത്തിന് പോലും താഴോട്ട് പോകാൻ പറ്റുന്നില്ല. വെള്ളം മുകളിൽ കിടന്ന് കറങ്ങിക്കളിക്കുന്നു കാറ്റ് കാരണം. ഈ മലേൻ്റെ മുകളിലാണ് പൃഥ്വിരാജും ഇതിൻ്റെ നടിയും കൂടിയിട്ട് ജീപ്പിൽ ഒന്ന് ഇറങ്ങുന്നത്. എന്നാലോ ഇവരെ മുടിയായിക്കോട്ട്, ഇവരെ കുപ്പായായിക്കോട്ട് ഒന്നിനും കാറ്റ് ബാധിക്കൂല. പോട്ട് ഈ നടി കൊടുത്തത് സാരിയാണ്. ഈ സാരിൻ്റെ തുമ്പ് വരെ വടി പോലെ നിൽക്കുന്നു, അനങ്ങൂല. എന്താ അനങ്ങാത്തത്? ഇങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. ഇതൊക്കെ പോട്ട് പടം പെട്ടെന്ന് തീർന്നെങ്കിൽ നമുക്കിതൊന്നും ബാധിക്കൂല. ഇതങ്ങനെയല്ല, വേലിച്ച് നീട്ടി പടത്തിൽ എന്തൊക്കെയോ നല്ലത് ഉണ്ടാവുമായിരിക്കും. പക്ഷേ പടം മൊത്തത്തിൽ കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു കുന്തും മൈൻഡിൽ ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ആ ജെയ്ക്സ് ബിജോൻ്റെ മ്യൂസിക് എങ്കിലും എനിക്ക് തോന്നി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മൈൻഡിൽ കിടക്കുന്നു. സത്യം പറഞ്ഞാൽ പടം കണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ബോറോ അങ്ങനെയൊന്നും തോന്നുന്നില്ല. പക്ഷേ ഇറങ്ങി വരുമ്പോൾ നമ്മളെ മൈൻഡിലൊന്നുമില്ല. ആ പടത്തിൻ്റെ മ്യൂസിക്കോ ഒരു കുന്തുമില്ല. സംഭവം ഇതാണ്, പൈസ നല്ല പാറക്കടിച്ചു എന്ന് പറയാം. അപ്പോൾ ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾ പടം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളെ അഭിപ്രായം കൂടെ താഴെ പറയുക. ചിലപ്പം നിങ്ങൾക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമായിരിക്കും, ചാൻസ് ഒരിക്കലും ഇല്ല. എന്നിരുന്നാലും എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ, ബൈ.